ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏപ്രിൽ 7 ചൊവ്വാഴ്ച ഉണ്ടോ. ഇപ്പം ടൈം നോക്കുകയാണെങ്കിൽ ഓക്കെ, എത്രയാണ്? 8:35 ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ അല്ല കേട്ടോ ഇറങ്ങണത്, ഇപ്പോൾ വൈകുന്നേരമാണ്. അതായത് രാത്രിയായി 8:35 ടൈമായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് യൂബർ ഓടാനല്ല നമ്മളിപ്പോൾ ഇറങ്ങണത്. നമ്മുടെ വണ്ടി ഇൻഫോ പാർക്കിൽ വില്യംസ് ലിയ എന്ന് പറയുന്ന കമ്പനിയിലേക്ക്, മീൻസ് ഇൻലാൻഡ് ട്രാവൽസ് എന്ന ഏജൻസി വഴിയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് ഇൻലാൻഡ് ടൂർസ് ആൻഡ് ട്രാവൽസിൽ നമ്മൾ വണ്ടി അറ്റാച്ച് ചെയ്തു. അവർ വില്യംസ് ലിയയിലേക്ക് വണ്ടി റിക്രൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്രൂവൽ കിട്ടിയത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഈ ഒരു ടൈം ഒരു 5:30-6 മണിയായപ്പോഴത്തേക്ക് അപ്രൂവൽ കിട്ടി. ഇന്ന് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. ഇപ്പോൾ 8:35 കഴിഞ്ഞ് 8:40 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് പെട്രോൾ പമ്പിലേക്കാണ്. നേരെ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കും. ഓക്കെ, ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് അവിടെ പിന്നെ നേരെ ഇൻഫോ പാർക്കിലേക്ക് 10:15 ഡ്രോപ്പെങ്കിലും നമുക്ക് 9:30 അവിടെ എത്തണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ആപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴിയാണ് നമ്മൾ ട്രിപ്പ് എടുക്കുന്നത്. ഓക്കെ, എല്ലാം ഷെഡ്യൂൾഡ് ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇറങ്ങിയാണ്. ബാക്കി സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വണ്ടിയിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങാട്ടോ. ഇപ്പം തന്നെ ടൈം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടിയുടെ വീഡിയോ കാണിക്കാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ടൈമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ 0-ലാണ് വണ്ടി ഇതാക്കിയേക്കുന്നത്. അപ്പോൾ ഇനി 12 മണി വരെയുള്ള ട്രിപ്പായിരിക്കുള്ളൂ നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ട്രിപ്പായിട്ട് ക്ലോസ് ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മുടെ ഷിഫ്റ്റിംഗ് ടൈം വരുന്നത് രാവിലെ 7 മണി വരെ ഉണ്ടോ. ഓക്കെ, അപ്പോൾ അതെ ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡൊക്കെ ഇവിടെ ആക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെക്കണതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാഫുകളുടെ റൂമുകളിലൊക്കെ പോകാനുള്ള വഴി, മീൻസ് ചില സമയത്ത് അവർ തെറ്റാവാറുണ്ട്. അപ്പോൾ കൂടെയുള്ള വണ്ടിക്കകത്ത് ഏതെങ്കിലും സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞുതരാൻ വേണ്ടിയാണ്. അപ്പോൾ അതെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാണണ്ടോന്നുള്ളൂടെ. ഇതിനകത്ത് ഇൻഫോ പാർക്കിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് ബാക്കിലും 3 ലോക്ക് ഉൾപ്പെടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ കയറ്റത്തില്ല, മീൻസ് ആ ട്രിപ്പ് തരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പുറപ്പെടാം കേട്ടോ. ടൈം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കുണ്ടല്ലോ ഇത് കിട്ടിയിട്ടുണ്ട്, സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. മറ്റേ ആപ്പ് ഇൻസ്റ്റാൾ ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യണവർക്കുള്ള ആപ്പ് ആയതുകൊണ്ട് ഇത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോർ അങ്ങനത്തെ ഐറ്റംസിലൊന്നും അങ്ങനെ കിട്ടത്തില്ല. കിട്ടിയാൽ തന്നെ അത് ഇതിൻ്റെ പെർമിഷനും മറ്റു കാര്യങ്ങളൊക്കെ വേറെയാണ്. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാളായിട്ട് ഒന്ന് റെഡിയായി വരാനായിട്ട് കുറച്ച് സമയം പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 10:15 കഴിഞ്ഞപ്പോഴത്തേക്കും, ഓക്കെ, അല്ല സോറി 10:15 ഒരു 10:10 ആയി അപ്പോഴത്തേക്കും. അപ്പോൾ എല്ലാം റെഡിയായി സെറ്റായി വന്നപ്പോഴത്തേക്ക് ഏകദേശം 10 മണിയുടെ ഡ്രോപ്പ് പോയി. അപ്പോഴത്തേക്കും 10 മണിയുടെ ഡ്രോപ്പിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമുക്കിനി 11 മണിയുടെ ഡ്രോപ്പാണ് ഇടുന്നത്. അപ്പോൾ ഡെമോ ഒക്കെ ചെയ്തു. അപ്പോൾ ഡെമോ കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ ഞാൻ ആപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇവിടുന്ന് അതായത് ഇൻഫോ പാർക്കിൽ ഡ്യൂട്ടി ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള ആപ്പ് എന്ന് പറയുന്നത് ഈ സാധനമാണ് കേട്ടോ. ഓക്കെ, മൂവ് ഇൻ സിങ്ക് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നിലവിൽ ട്രിപ്പൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഇൻ്റർഫേസ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നുമില്ല. ഇതിനകത്ത് കാണിക്കുന്നത് വണ്ടി നമ്പർ കാണിക്കും, അതേപോലെ തന്നെ ഏത് ട്രാവൽസിൻ്റെ എന്ന് കാണിക്കും. ഇവിടെ ഒരു ട്രാവൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഞാൻ അറ്റാച്ച് ചെയ്തേക്കണ കമ്പനിയിൽ ഒരു ട്രാവൽസ് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും പല പല ട്രാവൽസുകൾ ലിങ്കായിട്ടായിരിക്കും കയറുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വില്യംസ് ലിയയാണ് നമ്മുടെ കമ്പനി.
വില്യംസ് ലീ ആണ് നമ്മുടെ കമ്പനി വന്നത്. ഓക്കെ, എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ബാക്കിയെല്ലാം കറക്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഓഫീസ് നാവിഗേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട, അതായത് നമ്മുടെ ഓഫീസ് ഏതാണ്, നമ്മുടെ ഓഫീസ് ഇതിനകത്ത് WTC കൊച്ചിയാണ്. അപ്പോൾ നാവിഗേഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് ഏതെങ്കിലും ഉൾക്കാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് റിട്ടേൺ വരാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയേക്കണത് ഇനി നമുക്ക് തരാൻ പോകുന്ന ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 11 മണിയുടെ ഡ്രോപ്പാണ്. 10 മണിയുടെ ഡ്രോപ്പ് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കും സമയത്ത് ലേറ്റായി പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് 11 മണിയുടെ ഡ്രോപ്പിനായിട്ടാണ് വെയിറ്റിങ്. അപ്പോൾ ട്രിപ്പ് ഡീറ്റെയിൽസ് വരുമ്പോൾ കാണിച്ചു തരാം ഏത് രീതിയിലാണ് വന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ, അതായത് ഏകദേശം 5-6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീണ്ടും കോൺട്രാക്റ്റ്, അതും സെയിം കമ്പനിയിൽ തന്നെ വീണ്ടും കയറുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ പഴയ ഡ്രൈവർ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെ നോക്കി ഇങ്ങനെ കൈ കെട്ടി നോക്കി ചെയ്യാവ ഇങ്ങനെ എന്താണ് എവിടെ ആയിരുന്നു ഇത്ര എന്നൊക്കെ ചോദിച്ചു. മീൻസ് പുതിയ ഡ്രൈവർമാർക്ക് എന്നെ പുതിയ മുഖമാണ്. പഴയ ഡ്രൈവർമാരൊക്കെ എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ. ഭയങ്കര സന്തോഷമായിപ്പോയി എനിക്ക്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാലിൻ്റെ ഡ്രോപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇനി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇന്ന് ഏകദേശം നമുക്ക് അടിച്ച ഡീസല് മൊത്തം 3137 രൂപ 40 പൈസക്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. മൊത്തം വോളിയം കൂട്ടാനാണെങ്കിൽ 33 ലിറ്റർ കയറിയിട്ടുണ്ട്. ഓക്കെ, 33 ലിറ്റർ നമുക്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള വേറെ കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവം കണ്ടില്ലേ, ഇത് വില്യംസിൻ്റെ മീൻസ് നമ്മൾ ഓടുന്ന കമ്പനിയുടെ ബോർഡാണ്. ഈ ബോർഡ് നമ്മളിത് ആ ഗ്യാപ്പിൽ അങ്ങോട്ട് വെക്കണം. അപ്പോൾ ഞാനതൊന്ന് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ബോർഡ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബോർഡ് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കിത് ഈ ഒരു ലുക്കാണ് കിട്ടുന്നത് ബോർഡ് വെച്ചിട്ട്. പക്ഷെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ള, പകുതിയായ കാണാൻ പറ്റുള്ളൂ. അതിലും കുഴപ്പമില്ല, ഇത് മതി, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതെ അവിടെ ഫൈനൽ ലുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ രാത്രി സഞ്ചാരിയാണ്. ഓക്കെ, അപ്പോൾ ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സീറ്റ് ബെൽറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മൊത്തം 3 സീറ്റ് ബെൽറ്റ് ബാക്കിലുണ്ടായിരിക്കണം മസ്റ്റായിട്ട്. സീറ്റ് ബെൽറ്റും ലോക്കും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. കാരണം വെച്ചാൽ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി പുറത്തേക്ക് ഇറക്കാനായിട്ട് സെക്യൂരിറ്റി അനുവദിക്കില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം മസ്റ്റായിരിക്കണം. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ട്രിപ്പ് അടിക്കുക, മീൻസ് ട്രിപ്പ് അടിക്കുകയല്ല കേട്ടോ, അവർ ട്രിപ്പ് ഇടുന്നു, നമ്മളത് എടുക്കുന്നു, നേരെ മീൻസ് കമ്പനിയുടെ അകത്ത് കയറി സ്റ്റാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് മെയിനായിട്ട് ഇന്നത്തെ പരിപാടി. ഇതിപ്പോൾ 14 ഡ്രോപ്പാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ നോക്കിയാൽ മതി ഡ്രോപ്പൊക്കെ. ഞാനിപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം പിക്കപ്പ് ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം. അപ്പോൾ ട്രിപ്പ് കോർഡിനേറ്റർ 14 ഡ്രോപ്പിന് വന്നിയാണെങ്കിൽ പുള്ളിക്കാരനകത്ത് പറയണം എന്നിട്ടാണ് ഇന്ന് ഡ്രോപ്പ് മാത്രം മതി കിട്ടുമെന്ന്. നാളെ തൊട്ട് പിക്കപ്പ് ചെയ്യാമല്ലേ, നാളെ തൊട്ട് പിക്കപ്പ് സെറ്റാക്കണം. പക്ഷേ ഡ്രോപ്പിന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് ഡ്രോപ്പാണ് ഇവിടെ. എന്താണെന്ന് പക്ഷേ അങ്ങനെ തരത്തൂല്ലേ, നമുക്ക് പിക്കപ്പും ഡ്രോപ്പും കൂടെ മിക്സാക്കിയേ തരത്തുള്ളൂ. പിക്കപ്പിനാണ് നമ്മൾ ചാടിക്കുന്നത്. ഈ പ്രൈവറ്റ് ബസ്സിനാണെങ്കിൽ പോലും അത്ര ബുദ്ധിമുട്ടില്ല. മറ്റേ ഇത് ടൈം തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഷെഡ്യൂള് മീൻസ് കട്ടാക്കിയിട്ടാണെങ്കിലും കുറച്ച് നേരം വിശ്രമം കിട്ടും. അതല്ല, ഇതെന്ന് പറയുന്നത് നമ്മൾ ടൈം വൈകി അവിടെ എത്തി, അപ്പോഴത്തേക്കും അരമണിക്കൂർ ഗ്യാപ്പിൽ വേറെ ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് ഓടിയെത്താനായിട്ട് കറക്റ്റ് അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മൾ എത്തുന്നത് ചിലപ്പോൾ 15 മിനിറ്റ് വൈകിയായിരിക്കും ഇവിടെ എത്തുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് വീണ്ടും 15 മിനിറ്റ് ലേറ്റ് ആവും. പിന്നെ നമ്മൾ ട്രിപ്പ് കോർഡിനേറ്ററെ വിളിച്ച് പറയണം, മറ്റേ ട്രാൻസ്പോർട്ടിങ് ടീമിനെ വിളിച്ച് പറയണം, ഇങ്ങനെ സംഭവമുണ്ട്, വൈകിയത്തുള്ളൂ, അവിടെ എത്തുമ്പോൾ ഇത്ര സമയമാകുമെന്ന് പറയണം. ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ കയറി വരും. ഓക്കെ,
അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതുവരെ ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, നോക്കാം ട്രിപ്പ് എങ്ങോട്ടേക്കാണ്, ആദ്യത്തെ ട്രിപ്പ് എങ്ങോട്ടേക്കാന്ന് നോക്കാം കേട്ടോ. നമ്മളിതേ 6 മാസത്തിന് ശേഷം അറ്റാച്ച് ചെയ്ത വണ്ടി ഇൻഫോ പാർക്ക് കയറ്റി. ഇൻഫോ പാർക്കിൽ ആപ്പിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ ട്രിപ്പാണിത്. 11 മണിയുടെ ട്രിപ്പാണ് കേട്ടോ. അതായത് 11:15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് 3 പാസഞ്ചേഴ്സിനെയാണ്. ഇത് ഷെയർ ട്രിപ്പാണ് കൂടുതലും. അപ്പോൾ 3 പാസഞ്ചേഴ്സിനെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനം ഇറക്കേണ്ടത് ഒരു പക്ഷേ ഇവിടെ ആയിരിക്കണം, നമ്മുടെ ചെറായി ആയിരിക്കണം. അതായത് നമ്മുടെ മെയിലായിട്ടുള്ള ആളായിരിക്കും ഏറ്റവും അവസാനം ഇറക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ ഓഫീസിൻ്റെ അകത്തേക്ക് കയറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് ഇൻഫോ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ 1:20 ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ പിടിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് ലേഡീസ്, അവസാനം ലേഡീസ് ഡ്രോപ്പായിരുന്നു. ഞാനത് മറ്റേ ഷെഡ്യൂൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതിൽ സെക്യൂരിറ്റി കൂടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരാളുടെ വണ്ടിയിലെ സെക്യൂരിറ്റീനെയും കൂടെ എനിക്ക് കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ മൊത്തം 2 സെക്യൂരിറ്റീനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ 1:20 നമ്മൾ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്ന ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നോക്കിയാൽ ഇതിപ്പോൾ 12 മണിക്ക് ശേഷം ആയതുകൊണ്ടാണ് നമ്മൾ 11 മണിയുടെ ഡ്രോപ്പ് എടുത്തത്. അപ്പോൾ 7 നട്ടിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഈ ട്രിപ്പ് ID നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ബില്ല് ട്രിപ്പ് ഷീറ്റ് റെഡിയാക്കി കമ്പനി കൊടുക്കാൻ നേരത്ത് ട്രിപ്പ് ID വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, 11:15 നമ്മൾ പിക്ക് ചെയ്യേണ്ട ടൈം. 11:15 മീൻസ് 11:15 മുമ്പായിട്ട് നമ്മൾ പിക്ക് ചെയ്തായിരുന്നു. എന്നാലും 11:15 കാണിക്കത്തുള്ളൂ. 12:21 ചെറായിൽ ഡ്രോപ്പ് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓഫ് ഡ്യൂട്ടി ആക്കിയിട്ടുണ്ട്. ഇനി ട്രിപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഓൺ ഡ്യൂട്ടി ആക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇന്ന് മൊത്തം ഓടിയ കിലോമീറ്റർ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 7-ാം തീയതി കിട്ടിയ ട്രിപ്പ് ഒറ്റ ട്രിപ്പുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണെങ്കിലും പിന്നീട് അങ്ങോട്ട് നാളെ തൊട്ട് ഇന്ന് തൊട്ട്, അതായത് ഇന്നിപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്, ഇന്ന് തൊട്ട് നമുക്ക് അത് കുറച്ചും കൂടെ മാനേജ് ചെയ്യാൻ പറ്റും. ഒരാഴ്ച കൊണ്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റും, ലാഭത്തിലാക്കുന്ന രീതിയിൽ റെഡിയാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് മൊത്തം ഓടിയ കിലോമീറ്റർ, ട്രിപ്പ് ഷീറ്റ് കിലോമീറ്റർ എത്രയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ട്രിപ്പ് ഷീറ്റ് കിലോമീറ്റർ 36 കിലോമീറ്ററാണ് ട്രിപ്പ് ഷീറ്റ് ഓടിക്കുന്നത്. അതായത് 36 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 72 കിലോമീറ്ററോളം വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 മണിയുടെയാണ്. മീൻസ് ഒറ്റ ട്രിപ്പ് എത്രയാണ്, 72 കിലോമീറ്റർ. ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് ലോങ് ട്രിപ്പാണ്. അപ്പോൾ മീൻസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ്. കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടം വരെ കാലി അടിച്ചാണല്ലോ വന്നത്. അപ്പോൾ ആ കിലോമീറ്റർ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇന്നത്തെ ആദ്യ ദിവസം തന്നെ കുറച്ച് നഷ്ടമാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം തന്നപ്പോൾ ലോങ് ട്രിപ്പൊക്കെയാണ് തന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ടായിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ആ കറക്റ്റ് ട്രിപ്പിൻ്റെ ഷെഡ്യൂള് നമ്മൾ കാണിക്കുന്നത്. പിക്കപ്പും അതേപോലെ തന്നെ ഡ്രോപ്പും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് കോൺട്രാക്റ്റ് കയറിയ ഫസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഒരു ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1:27 രാത്രി 1:27 ആയിട്ടുണ്ട്. ഇനി നമ്മൾ നാളെ, ഇന്നിപ്പോൾ ഡ്രോപ്പായിരിക്കും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നാളെ വൈകുന്നേരത്തെ ട്രിപ്പ് തൊട്ട് നമുക്ക് മെയിനായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയപ്പോൾ നാളെ കാണാം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട്. കോൺട്രാക്റ്റ് ചെയ്തതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.